വഖഫ് ബോർഡിന്റെയും സർക്കാരിന്റെയും ഇരട്ടത്താപ്പിനെതിരെ മുനമ്പത്ത് പന്തം കൊളുത്തി പ്രകടനം ഇപ്പോൾ നടക്കുകയാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ഇപ്പോൾ മുനമ്പത്ത് നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, എന്തൊക്കെയാണ് പ്രതിഷേധക്കാർ പറയുന്ന കാര്യങ്ങൾ? വിഷ്ണു, ഉന്മേഷ അല്പസമയം മുമ്പാണ് മുനമ്പം സമരപന്തലിൽ നിന്ന് സമരസമിതിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം ആരംഭിച്ചത്. അവർ പ്രധാനമായും സർക്കാരിനെതിരെയും വഖഫ് ബോർഡിനെതിരെയുമാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം വഖഫ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ടൊരു ഹർജി ഹൈക്കോടതിയിൽ വരികയും ഹൈക്കോടതി ആ ഹർജിയിൽ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. അതായത് വഖഫ് ട്രിബ്യൂണലിന് മുനമ്പത്തെ വിഷയം തീർപ്പാക്കാനുള്ള അനുമതി വിലക്കുകയായിരുന്നു ഹൈക്കോടതി ചെയ്തത്. അത് വഖഫ് ബോർഡിന്റെ നേതൃത്വം വഖഫ് ബോർഡ് നൽകിയ ഹർജിയിലാണ് ആ തീരുമാനമുണ്ടായത്. അതുകൊണ്ട് സർക്കാരും വഖഫ് ബോർഡും ഒക്കെ തങ്ങളെ ചതിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം നിലവിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 6 മാസം പിന്നിടുകയാണ് സമരം തുടങ്ങിയിട്ട്. അപ്പോഴും സർക്കാർ വിവിധ കാര്യങ്ങൾ പറഞ്ഞ് ഇവർക്കൊപ്പം എന്നെല്ലാം പറയുമ്പോഴും ഒരു അനുകൂല നിലപാട് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ വഖഫ് ബോർഡ് ശ്രമിക്കുന്നില്ല. സർക്കാർ വഖഫ് ബോർഡിനോട് ഒരു കാര്യവും പറയുന്നില്ല, മൗനം പാലിക്കുന്നു തുടങ്ങിയ ആക്ഷേപങ്ങളാണ് ഇന്ന് ഈ സമരസമിതി ഉന്നയിക്കുന്നത്. സർക്കാരും വഖഫ് ബോർഡും ചേർന്ന് ഒരുമിച്ച് തങ്ങളെ കബളിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. പ്രതിഷേധ പ്രകടനം ആരംഭിച്ചിട്ട് ഏകദേശം അരമണിക്കൂർ പിന്നിടുന്നു. ഉന്മേഷ്, ശരി, വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ മുനമ്പത്ത് ഉണ്ടാകുന്നത്. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് മുനമ്പത്ത് നിന്ന്.